ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് WWE ചാമ്പ്യൻ ജോൺ സീന കോഡി റോഡ്സ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി നോക്കുമ്പോൾ വേറെ ലെവൽ സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. ഭയങ്കരമായിട്ടും ഈ ഒരു സെഗ്മെന്റ് ഇഷ്ടപ്പെട്ടു. അതിലും ജോൺ സീന ഈ ഒരു സെഗ്മെന്റിൽ ഫേസ് ആയി മാറിയതൊക്കെ വേറെ ലെവലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവര് എന്താണ് സംസാരിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് സ്മാക്ക് ഡൗണിനെ പറ്റി പറയാം. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നല്ല സ്മാക്ക് ഡൗൺ എപ്പിസോഡായിട്ടാണ് മുന്നോട്ട് പോയത്. ചെയ്തിട്ടുള്ള സെഗ്മെന്റും മാച്ചും എല്ലാം നന്നായിട്ടുണ്ട്. ഇനി ജോൺ സീന കോഡി റോഡ്സ് ഇവരുടെ സെഗ്മെന്റിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. ഫസ്റ്റ് WWE ചാമ്പ്യൻ ജോൺ സീന എപ്പോഴത്തെയും പോലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, അതുപോലെ തന്നെ ലാസ്റ്റ് റിയൽ ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ചാലഞ്ചറായിട്ടുള്ള കോഡി റോഡ്സ് അവിടെ വരുന്ന സമയത്ത് കോഡി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ജോൺ സീന കോഡിയെ തടയുന്നുണ്ട്. ശേഷം ജോൺ സീന കോഡിയോട് പറയുന്നത് ഒരു നന്ദി പോലെയാണ്. അതായത് സമ്മർസ്ലാം മാച്ചിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം അത്രയ്ക്ക് നല്ലതായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിഞ്ഞു മാറിയ സമയത്ത് നീ തന്നെ എന്നെ കൊണ്ട് എൻ്റെ ഒപ്പിടിപ്പിച്ച് ആ ഒരു മാച്ചിലെല്ലാം നീ എന്നെ ആഡ് ചെയ്തു. അപ്പം അതിൽ വലിയ സന്തോഷമുണ്ട് എന്ന ടൈപ്പിലാണ് ജോൺ സീന പറഞ്ഞത്. അതായത് അപകടകരമായിട്ടുള്ള ഈ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചിൽ നീ എന്നെ ആഡ് ചെയ്തതിൽ താൻ ഭയങ്കരമായിട്ടും സന്തോഷിക്കുന്നതായിട്ട്. അതുപോലെ ജോൺ സീന പറയുന്നുണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് WWE വന്ന് പിന്നീട് ഫേസ് ഒക്കെ ആയി മുന്നോട്ട് പോയി. എന്നാൽ 5 മാസം മുൻപാണ് വില്ലനായ കാര്യത്തെപ്പറ്റിയും ശേഷം ട്രാവിസ് സ്കോട്ടും റോക്കെല്ലാം തന്നെ ഉപേക്ഷിച്ച് പോകുന്നത് പോലെ ആ ഒരു ടൈപ്പിലേക്കെല്ലാം എത്തിയെന്നും. അതുപോലെ ജോൺ സീന കോഡിയോട് പറയുന്നുണ്ട് ഞാൻ WWE ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞത് എനിക്ക് റെസ്ലിങ്ങിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ റെസ്ലിങ്ങിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ശരിക്കും ഞാൻ റെസ്ലിങ്ങിനെ ലവ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞത്. അതുപോലെ ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എന്നെ ഇവിടെയുള്ള ഫാൻസ് എന്നും ഓർത്തിരിക്കും, അതുകൊണ്ടൊക്കെയാണ് ഞാൻ WWE ചാമ്പ്യൻഷിപ്പുമായിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ജോൺ സീനയുടെ യഥാർത്ഥ റിട്ടേൺ 2025 ഓഗസ്റ്റ് 1-ാം തീയതി, അതായത് ഇന്നാണ് എന്ന് ജോൺ സീന പറയുന്നു. പിന്നെ ഈ സെഗ്മെന്റിൽ മുഴുവനായിട്ടും കോഡി റോഡ്സിനോട് താങ്ക്സ് പറയാൻ കാരണം കോഡി റോഡ്സ് ആണ് പറഞ്ഞത് ഫേസ് ആയിട്ടുള്ള ജോൺ സീനയെ തനിക്ക് സമ്മർ സ്ലാമിൽ നേരിടണം എന്ന്. അപ്പം അതുകൊണ്ടൊക്കെയാണ് സീന ഫേസ് ആയി വന്നിട്ടുള്ളത്. പിന്നീട് സീന പറയുന്നുണ്ട് സമ്മർ സ്ലാമിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിൽ ആര് ജയിക്കും തോൽക്കുമെന്നറിയില്ല, പക്ഷെ ഓഡിയൻസ് വിജയിച്ചിട്ടാണ് മുന്നോട്ട് പോവുക എന്നൊക്കെ. അതുപോലെ ജോൺ സീനയുടെ ഫേസ് ആയിട്ടുള്ള ആ ഒരു ഐക്കോണിക് ഡയലോഗ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതൊക്കെയാണ് ഈ സെഗ്മെന്റിൽ മെയിൻ ആയിട്ടും ഉദ്ദേശിച്ചത്. അവസാനം കോഡി റോഡ്സ് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് കോഡി റോഡ്സ് തന്നെ 2 ബിയറെല്ലാം ആവശ്യപ്പെടുന്നതായിട്ട്, ശേഷം 2 ടിന്ന് ബിയറെല്ലാം കൊണ്ടുവന്ന് അതിൽ ഒരെണ്ണം ജോൺ സീനയ്ക്ക് കൊടുത്തുകൊണ്ട് ഇവര് 2 പേരും ഹാൻഡ് ഷേക്ക് ചെയ്ത് ഒരു വേറെ ലെവൽ സെഗ്മെന്റ് കാണിച്ചിരുന്നു. അതായത് ഈ സെഗ്മെന്റിൽ 2 പേരും ഫേസ് ആണ്, 2 പേരും ഫേസ് ആയിട്ടാണ് സമ്മർ സ്ലാമിൽ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ കോഡി റോഡ്സ് വില്ലനാകുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പൊ ഭയങ്കരമായി കൂടിയിട്ടുണ്ട്. അതായത് കോഡി വില്ലനാവാനുള്ള ചാൻസ് ഇനി കൂടുതലാണ്. അപ്പൊ ജോൺ സീന വീണ്ടും ഫേസ് ആയി മാറിയേക്കാണ് ഈ ഒരു സെഗ്മെന്റിൽ. ഇതാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത്. അതായത് വില്ലൻ ജോൺ സീന വേറെ ലെവലാണ്, പക്ഷെ നമ്മൾക്ക് എപ്പോഴും ജോൺ സീനയെ ഫേസ് ആയി കാണുന്നതാണ് ഇഷ്ടം. പിന്നെ ഈ സെഗ്മെന്റ് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. പിന്നീട് വുമൻസ് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ്, യുണൈറ്റഡ് ചാമ്പ്യൻ ജൂലിയ വേഴ്സസ് സെലീന വേഗ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഇത് റീമാച്ച് ആയിട്ടാണ് നടന്നത്. നല്ല അടിപൊളി മാച്ചായിരുന്നു. 2 പേരുടെയും നല്ല പെർഫോമൻസ് ഈ മാച്ചിൽ ഉണ്ടായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ സെലീന വേഗയെ ഫിനിഷർ ചെയ്തപ്പോൾ അത് കിക്കൗട്ട് ചെയ്തുകൊണ്ട് മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയി. അവസാനത്തിൽ നിന്നും ജർമ്മൻ സുപ്ലക്സ് പോലെയെല്ലാം ചെയ്തുകൊണ്ട് മറ്റൊരു ഫിനിഷറും കൊടുത്ത് ജൂലിയാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് അടിപൊളി മാച്ചായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ മാച്ചിൽ ജൂലിയയ്ക്ക് സപ്പോർട്ടായിട്ട് കിയാന ജെയിംസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ ഈ മാച്ചിൽ ഒന്നും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അതായത് മറ്റുള്ള മാച്ചുകളിലെ പോലെ വെറുപ്പിച്ചിട്ടില്ല. പിന്നീട് AAA ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ ചാലഞ്ച്, AAA ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ലോസ് ഗാർസയാണ് ഈ ഒരു ഓപ്പൺ ചാലഞ്ച് വെച്ചത്. അതായത് സാന്റോസ് എസ്കോബാർ ആണ് ഓപ്പൺ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഈ ഒരു ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് അവിടെ വന്നത് AAA കമ്പനിയിലുള്ള 2 റെസ്ലേഴ്സ് ആണ്, മിസ്റ്റർ ഇഗ്വാന അതുപോലെ തന്നെ സൈക്കോ ക്ലൗൺ. ഇവരാണ് വന്നത്. ഇവർ വന്നതിന് ശേഷം ഈ ഒരു ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചും അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് മുന്നോട്ട് പോയത്. 1-2 സ്ഥലങ്ങളിൽ ചില മൂവെല്ലാം പാളിപ്പോകുന്നത് പോലെ തോന്നിയിരുന്നു. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഞ്ചൽ ആൻഡ് ബെർട്ടോ ഇവരാണ് സൈക്കോ ക്ലൗണിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ AAA ടാഗ് ടീം ചാമ്പ്യൻസ് ആയി മാറിയത്.
പിന്നെ ഒരു വീഡിയോ ഫുട്ടേജ് കാണിച്ചു. ലോഗൻ പോളും ഡ്രൂ മാക്കിൻടയറും ചേർന്നുകൊണ്ട് ബാക്ക് സ്റ്റേജിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ജെല്ലി റോളിനെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട്. ശേഷം ഡ്രൂ മാക്കിൻടയർ ക്ലൈമോർ എല്ലാം കൊടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. പിന്നീട് അടുത്ത മാച്ച് അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് നല്ല പ്രതീക്ഷയുള്ള മാച്ചായിരുന്നു. എന്നാൽ ഈ മാച്ച് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല. അതായത് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയത് എങ്കിലും മാച്ചിന്റെ പകുതിക്ക് വെച്ച് റിങ്ങിന് പുറത്ത് പോയി, അതായത് അനൗൺസ് ടേബിളിന്റെ അവിടെ പോയി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അലിസ്റ്റർ ബ്ലാക്ക് ചയർ കൊണ്ടുവന്ന് ഡാമിയൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്തു. ശേഷം ഈ ഒരു മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. പിന്നീട് ദേഷ്യം വന്ന അലിസ്റ്റർ ബ്ലാക്ക് ഡാമിയൻ പ്രീസ്റ്റിനെ ചയർ വെച്ച് അറ്റാക്ക് ചെയ്തു. അതുപോലെ സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അറ്റാക്ക് ചെയ്തു. അവസാനം ഒരു ബ്ലാക്ക് മാസ് ഫിനിഷർ കൊടുത്തുകൊണ്ട് അലിസ്റ്റർ ബ്ലാക്ക് അവിടെ നിന്നും പോയി. അപ്പോൾ ഇവരുടെ ഫ്യൂഡ് കണ്ടിന്യൂ ചെയ്ത് പോകാണ്. എന്തായാലും ഒരു വേറെ ലെവൽ മാച്ച് നമുക്ക് കിട്ടും. പിന്നെ മാച്ചിന്റെ റൂൾസ് പ്രകാരം ഡാമിയൻ പ്രീസ്റ്റ് ആണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതിനുശേഷം ടാല ടോങ്ക വേഴ്സസ് ജിമ്മി യുസോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ മാച്ചിന്റെ പകുതിക്ക് വെച്ച് സോളോ സിക്കാവ ജിമ്മി യുസോനെ റഫറി കാണാതെ എല്ലാം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മാച്ചും അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ ജിമ്മി യുസോ ടാല ടോങ്കയ്ക്ക് ഒരു സ്പിയർ എല്ലാം കൊടുത്ത് ശേഷം ഫിനിഷർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ടോള അങ്ങനെ തന്നെ കഴുത്തിൽ പിടിച്ച് ജിമ്മി യുസോനെ ചോക്ക് സ്ലാം ചെയ്ത് ഈ മാച്ചിൽ ടോള ടോങ്കയാണ് വിൻ ചെയ്തത്. ശേഷം ആ ഒരു സ്റ്റീൽ കേജ് എല്ലാം വെച്ച് ക്ലോസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട് അവിടെ വെച്ച് സമോൺ സ്പൈക്ക് കൊടുക്കാൻ നോക്കി. ടോങ്ക ലോവ, ജെസി മെറ്റിയോ ഇവരെല്ലാം കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്തതിന് ശേഷം അപ്പോഴത്തേക്കും ജേക്കബ് ഫോർട്ടു അവിടെ ഒന്നുകൊണ്ട് ജിമ്മി യുസോനെ സേവ് ചെയ്ത് ഇവരെല്ലാം അറ്റാക്ക് ചെയ്യാൻ നോക്കി. ശേഷം സോളോ സിക്കാവ, ടോള ടോങ്ക രണ്ടുപേരും എസ്കേപ്പായി. പിന്നീട് റിങ്ങിലുള്ളവരെ ജേക്കബ് ഫോർട്ട് അറ്റാക്ക് ചെയ്ത് മൂൺസോൾട്ട് എല്ലാം കൊടുത്തു. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ സംഭവിച്ചത്. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് ലോഗൻ പോൾ ആൻഡ് ഡ്രൂ മാക്കിൻടയർ ഇവരുടെ സെഗ്മെന്റ് ആണ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവർ വന്നതിന് ശേഷം ജെല്ലി റോളിനെ ഭയങ്കരമായി കളിയാക്കുന്നുണ്ട്. അതായത് ലോഗൻ പോൾ പറയുന്നുണ്ട് WWE ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് മാച്ച് കൊടുക്കാൻ നോക്കാണ് ഈ ഒരു ടൈപ്പിലൊക്കെ. അപ്പോൾ പറയുന്ന ആൾ എങ്ങനെയാണ് എന്നുള്ളത് മറന്നു പോയോ എന്നറിയില്ല. പിന്നീട് പറയുന്നത് ഇവൻ പാട്ട് പാടി നടക്കുന്നത് പോലെ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല, ഇത് കളം വേറെയാണ്, അതവനിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇനിയും ഞങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കും. സമ്മർ സ്ലാമിൽ എന്തായാലും അവന് മനസ്സിലാകും പാട്ട് പാടുന്നത് പോലെ ഇതൊന്നും എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പിന്നീട് ബാക്ക് സ്റ്റേജിൽ റാൻഡി ഓട്ടനും ജെല്ലി റോളും വരുന്നതായിട്ടും പിന്നീട് ഇവരെ റിങ്ങിലേക്ക് വന്ന് ലോഗൻ പോൾ ആൻഡ് ഡ്രൂ മാക്കിൻടയർ ഇവരെ അറ്റാക്ക് ചെയ്തു. അപ്പോഴത്തേക്കും വന്നു നമ്മുടെ വെറുപ്പിക്കൽ ടീംസ് അവിടെ വന്നുകൊണ്ട് ഇജാതി വെറുപ്പിക്കൽസ് ആയിരുന്നു. അവിടെ ഇരുന്ന ഫാൻസ് അടക്കം ബൂ ചെയ്തു എന്ന് പറയുമ്പോൾ അവരുടെ വെറുപ്പിക്കൽ എത്രമാത്രം ഉണ്ട് എന്ന് ആലോചിക്കുക. ഇതിപ്പോൾ വല്ലാത്തൊരു ശല്യമായിട്ടുണ്ട് സെക്യൂരിറ്റി ടീമിനെ കൊണ്ട്. പിന്നീട് അവിടെയും ഒരു ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആക്കി തോന്നിയത് റാൻഡി ഓട്ടൻ അവന്മാർക്ക് നേരത്തെ ആർക്കെയോ കൊടുത്തിട്ടുണ്ട്. അതേസമയം ഡ്രൂ മാക്കിൻടയറും ലോഗൻ പോളും മുങ്ങി എൻട്രൻസിന്റെ അവിടെ എത്തി. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി വരുന്ന പരിപാടി ഒട്ടും മാച്ച് ആവുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്മാക്ക് ഡൗണിന്റെ ഓപ്പണിംഗ് വേറെ ലെവലായിരുന്നു. മെയിൻ ഇവന്റും സെറ്റ് ആയേനെ. പക്ഷെ സെക്യൂരിറ്റീസ് തൂക്കി. സ്മാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എന്തായാലും ജോൺ സീന തൂക്കിയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.